السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه أو كما قال رسول الله صلى الله عليه وسلم. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ 3 മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറക്കി കൊടുത്ത ആ പരിശുദ്ധമായ കലാം. മുമ്പ് ഷാഫി മൗലവി ഇവിടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചുള്ള അഭിപ്രായം, എല്ലാ വസ്തുക്കളും സൃഷ്ടികളാണ്, പക്ഷേ ഖുർആൻ ഷരീഫ് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ സിഫത്താണ്. അത്ര പ്രധാനപ്പെട്ട മഹത്വമേറിയ ആ കാര്യം മനസ്സിലാക്കി ഹാഫിളാങ്ങളാക്കി 3 മക്കൾ. അവരുടെ ഖത്തമുൽ ഖുർആൻ്റെ സദസ്സാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ എന്തെല്ലാം ബറക്കത്തുകൾ ഈ ദുനിയാവിൽ ഇറക്കിയിട്ടുണ്ടോ, ആ ബറക്കത്തുകളും അനുഗ്രഹങ്ങളും എല്ലാം തന്ന് നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കളുടെ പേരിൽ ഈ സദസ്സ് ഇറക്കപ്പെടുന്ന എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾക്ക് മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ തഅല്ലമൽ ഖുർആന വ അമില ബിഹി, ആരെങ്കിലും ഖുർആൻ ഷരീഫ് പഠിക്കുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്താൽ ഉൽബിസ വാലിദാഹു, ആ പഠിച്ച കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താജൻ, ഒരു കിരീടത്തെ ധരിപ്പിക്കപ്പെടുന്നതാണ്. എവിടെ വെച്ചാണെന്നറിയാമോ? ഇതുപോലുള്ള ഒരു സദസ്സിൽ വെച്ചല്ല. ഇന്ന് നമ്മുടെ ഈ മക്കളെ നമ്മൾ ആദരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഖത്തമുൽ ഖുർആൻ നടക്കുന്നതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു സദസ്സിൽ വെച്ചാണ്. മലക്കുകളാൽ നിബിഡിതമാണ്, ശരി തന്നെ. പക്ഷെ നാളെ ഈ മാതാപിതാക്കൾക്ക് കിരീടം ധരിപ്പിക്കപ്പെടുന്ന സദസ്സ് ഏതാണെന്നറിയാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹദീസ് അറിയാവുന്നതാണ്. ആദം നബി അലൈഹി സ്വലാം മുതൽ ഇന്ന് വരെ, നാളെ അവസാനത്തെ കുഞ്ഞു വരെ ആരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആ കൂട്ടത്തിൽ പ്രവാചകന്മാരുണ്ട്, ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, ശുഹദാക്കളുണ്ട്, സുഹദാക്കളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ഇവരുടെ എല്ലാം സദസ്സിൽ വെച്ചായിരിക്കും, ഇവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന വലിയ ഒരു സദസ്സിൽ വെച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാതാപിതാക്കളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. അവർക്ക് ആ സദസ്സിൽ ഇവരെല്ലാം ഒരുമിച്ച് കൂടിയ മുഴുവൻ പ്രവാചകന്മാർ, മുഴുവൻ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സഹാബാക്കൾ, മുഴുവൻ മുഅ്മിനീങ്ങൾ, സ്വർഗപ്രവേശനത്തിന് ആർക്കെല്ലാം ഭാഗ്യം സിദ്ധിക്കപ്പെട്ടോ അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഇന്ന് ഇവിടെ ഹാഫിളത്താകുന്ന ആ പെൺകുട്ടികളുടെ, അല്ലെങ്കിൽ ഇന്നേ വരെ ആരെല്ലാം ഹാഫിളുകളായിട്ടുണ്ടോ, ഇനിയും ആരെല്ലാം ഹാഫിളീങ്ങളും ഹാഫിളത്തുകളും ഒക്കെ ആകാനിരിക്കുന്നുവോ, അവരുടെ എല്ലാ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പേര് പറഞ്ഞ് ആ സദസ്സിലേക്ക് വിളിക്കും. നമുക്കറിയാം, ഇന്ന് ഇവിടെ ഹാഫിളത്താകാൻ പോകുന്ന മകളുടെ പിതാവിനെ ഈ സദസ്സിലേക്ക് അബ്ദുസ്സലാം ഉസ്താദ് വിളിച്ചാൽ ആ പിതാവിന് എത്ര സന്തോഷമായിരിക്കും, ആ മാതാവിന് എത്ര സന്തോഷമായിരിക്കും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു സദസ്സിൽ പേര് എടുത്ത് വിളിക്കുമ്പോൾ അവർക്കുണ്ട സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ മേല. എന്നാൽ അതുപോലുള്ള ഒരു സദസ്സിൽ വെച്ചല്ല അവരെ വിളിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ മേൽപ്പറയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ വലിയ സദസ്സിൽ വെച്ച് അവരെ പേരെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സദസ്സിൻ്റെ മുമ്പിലേക്ക് വിളിച്ച് ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിരീടം അവരുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കിരീടത്തിൻ്റെ ശോഭ എത്ര എന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ സൂര്യൻ ഉദിച്ചുയർന്നാൽ അതിനെത്രമാത്രം പ്രകാശവും ശോഭയുമായിരിക്കുമോ അതുപോലുള്ള ശോഭയായിരിക്കും ആ കിരീടത്തിനുണ്ടായിരിക്കുന്നത്.
അത്ര ശോഭയേറിയ ഒരു കിരീടം ഈ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടുന്നുവെങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം മനസ്സിലാക്കണം ആ മക്കൾക്ക് എന്തായിരിക്കും സ്ഥാനം. ആ മക്കൾക്ക് ധരിപ്പിക്കപ്പെടുന്ന കിരീടത്തിൻ്റെയും അവർക്ക് അണിയിക്കപ്പെടുന്ന വസ്ത്രങ്ങളുടെയും ശോഭയും പ്രകാശവും എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അത്രയേറെ മഹത്വങ്ങളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമു ഹിഫ്ള് ചെയ്യുന്ന ഹാഫിളത്തുകളും ഹാഫിളീങ്ങളുമായ ബഹുമാനപ്പെട്ട മൗലാന അവറുകൾ എത്തിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.